എന്റെ മോൾക്കുണ്ടാവുന്ന ഓരോ തിരിച്ചടിക്കും അതിന് കാരണക്കാരായ കണ്ണനിൽ ലക്ഷ്മിക്കും മറുപടി കൊടുക്കാൻ പോവാമേട്ടാ. എടാ, എന്നായാലും എപ്പോഴാണെങ്കിലും അവൻ എന്നെ ജയിലിൽ കയറ്റും. എന്നാ പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കുറ്റം കൂടി അതിൻ്റെ കൂടെ ചേർക്കട്ടെ. എന്നാലും ശരി, ഇനി കണക്ക് ചോദിച്ചേ പറ്റൂ. ഒരു രക്ഷയില്ലോടി സീമന്തിരി. ആ പ്രതാപന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയാ. അവനെ എങ്ങാനും പോലീസ് പൊക്കിക്കൊണ്ട് പോയാലേ എന്റെ പേരും പറയൂന്ന്. അതുറപ്പല്ലേ? യോ, അവന്റെ മോളാ വിളിക്കുന്നത്. എന്തിനാണോ എന്തോ. അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞേ ദുർഗ എന്നെ വിളിച്ചായിരുന്നു. അവക്ക് എന്താ പറ്റിയതെന്നും അവരൊക്കെ ചോദിക്കുന്നുണ്ട്. പറ്റിയതെന്താന്ന് നമുക്കല്ലേ അറിയൂ. വീണ്ടും വിളിക്കുന്നു. പൈസ ചോദിച്ച് വിളിക്കുകയായിരിക്കും. മോളെ കരുണേ. അതെ, കരുണയില്ലാതെ ഇവിടെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്ക. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ. ഇങ്ങനെ ജീവിച്ചു പോവാൻ എനിക്ക് പറ്റില്ല. മിക്കവാറും ഞാൻ പറയാനുള്ളതൊക്കെ എല്ലാവരോടും തുറന്നങ്ങ് പറയും. മോൾ ആവശ്യപ്പെട്ട പൈസ ഞാൻ എങ്ങനെങ്കിലും ഒപ്പിച്ചു തരാം. മോളെ, വെറുതെ എന്നെ ചതിക്കല്ലേ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് 50,000. അതൊന്നും തന്നാ പോരാ എനിക്ക്. അതിന്റെ ഇരട്ടി തരണം. അതെ, അത്രയ്ക്ക് ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഉണ്ണിയേട്ടന്റെ അമ്മയെ പോലും അടുക്കള കേറ്റാതെയാ എന്നെ കൊണ്ടുവരുത്തി ജോലി ചെയ്യിക്കുന്നത്. പിന്നെ അടുക്കളപ്പണി കഴിഞ്ഞാലും എന്റെ ജോലി തീരത്തില്ല. ഈ വീട് മുഴുവനും ഞാൻ തന്നെ അടിച്ചു തുടയ്ക്കണം. ശരിക്കും പറഞ്ഞാ പണി ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. മോളെ, എല്ലാം ശരിയാകും. മോൾ ഒന്ന് ക്ഷമിക്ക്. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. പറഞ്ഞു മനസ്സിലായല്ലോ? ഉണ്ണിയേട്ട വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ആരോടാ നീ ചൂടായത്? ആരോടും അല്ല. ആ ഫോണിൽ തന്നെ. നീ അമ്മാവനാണോ വിളിച്ചത്? എന്താ അമ്മാവനായിട്ടുള്ള ഇടപാട്? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് അമ്മാവനെ വിളിക്കുന്നുണ്ടല്ലോ. വിളിക്കുമ്പോഴൊക്കെ ചൂടാവുന്നുണ്ട്. എങ്ങനെ ചൂടാവാതിരിക്കും? അങ്ങേരല്ലേ ഈ ബന്ധം നടത്തിയത്. ലക്ഷ്മിക്കൊപ്പം എന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഉണ്ണിയേട്ടന്റെ അമ്മാവനല്ലേ. അതുകൊണ്ട് എനിക്ക് അയാളോട് തീരാത്ത ദേഷ്യമുണ്ട്. അങ്ങേരെ ഒറ്റൊരുത്തനാ ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം. അതിന്റെ കാരണം നീ തന്നെ കരുണേ. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുമ്പോ അതൊക്കെ നീ ചെയ്യേണ്ട കാര്യം എന്താ? എന്തിനാ അടിമയെ പോലെ ജീവിക്കുന്നേ? ഇവിടുന്ന് പോയാലും നിനക്ക് ആർഭാടമായി ജീവിക്കാനുള്ള മുതലുണ്ടെന്ന് നീ തന്നെയല്ലേ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നീ വ്യക്തമായൊരു കാരണമില്ലാതെ ഈ രീതിയിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടില്ല.
നിന്നെ നിന്റെ ചേച്ചിയും കണ്ണേണ്ടും കൂടെ എന്തോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. എന്നെ ആരും ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനുൾപ്പെടെ ഒരുപാട് പേർക്ക് ഇപ്പൊ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് ഇനി ആരോടും ഞാൻ മത്സരത്തിനില്ല. ആയിക്കോട്ടെ, അതിന് നീ ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കേണ്ട കാര്യം എന്താ? അറിയാത്ത പണി നീ ഇപ്പൊ പഠിച്ചു ചെയ്യുമല്ലേ? നാളെ നമ്മൾ വീട് മാറി താമസിക്കുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ? അല്ലാതെ നിങ്ങൾ അടുക്കളയിൽ കയറത്തില്ലല്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നിന്നെ അലട്ടുന്നൊരു സംഭവം ഇതിനിടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. നീ അടുത്ത ദിവസം അമ്മാവന്റെ വീട്ടിലോട്ട് പോയത് നിനക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ, എന്നിട്ട് ഒന്നും കിട്ടാൻ നീ തിരിച്ചു വരികയും ചെയ്തു. പിശുക്കനായ അമ്മാവൻ ഏത് വകുപ്പിലാണ് നിനക്ക് പൈസ തരുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മിടുക്കനല്ലേ? അതിന്റെ കാരണം കണ്ടുപിടിക്ക്. എന്തായാലും എന്റെ നാവിൽ നിന്ന് ഇതിനുള്ള ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏഴാം മാസം കഴിഞ്ഞ പിന്നെ തനിക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ലെന്ന് എനിക്കറിയില്ലല്ലോ. ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ഇനി ആനന്ദനെ കൂട്ടി പോവാന്ന് കരുതി. ആ പിന്നെ ഞാൻ പറഞ്ഞ വഴിപാടൊക്കെ നടത്തണേ കണ്ണേട്ടാ. അത് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ നടത്തും. ആ അമ്പലത്തിലെ പൂജാരി നല്ലയാളാ. അയാള് നമുക്കൊപ്പം നിൽക്കുന്ന കൂട്ടത്തിലാ. അദ്ദേഹം സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്ന ഒരാളാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ കുഞ്ഞിന്റെ ചോറൂണ് അവിടെ ആക്കിയാലോ? അതൊക്കെ തന്റെ ഇഷ്ടം. അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചെങ്കില് അതിന് മാറ്റണ്ട. അതിന് ദോഷങ്ങൾ എപ്പോഴും ഒഴിഞ്ഞു പോയിന്ന് പറയാൻ പറ്റില്ല കണ്ണേട്ടാ. പലരും പല സ്ഥലത്തിരുന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കരുണയുടെ അച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും ഒക്കെ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയിട്ട് അമ്മാവന് കിട്ടിയ തല്ലാണല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. പണത്തിന്റെ ആവശ്യമുണ്ട് അങ്ങേർക്ക്. എന്താ ആവശ്യം? അയാൾക്കും അയാളുടെ മോനും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ലേ? ഒരു പൈസ പോലും കുറയാതെ. പിന്നെ എന്തിനാ ഇങ്ങനെ അത്യാഗ്രഹം പിടിച്ച് ഓടുന്നേ? കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള സമയത്ത് പിൻവാതിലിലൂടെ ഒരുപാട് പൈസ സമ്പാദിച്ചതല്ലേ. അങ്ങനെ സമ്പാദിച്ചവർക്ക് അത് നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ല. ആ, ഞാൻ ഏതായാലും പോയിട്ട് വരാം. നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനും കണ്ണേട്ടനും കൂടെ സംസാരിച്ചതൊക്കെ നീ കേട്ടോ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ അല്ല, ഇനി കേട്ടാലും കുഴപ്പമൊന്നുമില്ല. നീ കേൾക്കാൻ പാടില്ലാത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ഏതായാലും പണി നടക്കട്ടെ. ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കി തന്നിട്ടുണ്ടല്ലോ, അതനുസരിച്ച് വേണം പോവാൻ. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച ശേഷം 1-2 മണിക്കൂർ വിശ്രമിച്ചോ. ആ അത് കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കയറി വൈകുന്നേരത്തേക്കുള്ള ചായ ഉണ്ടാക്കണം. ആ പിന്നെ ഉഴുന്നൊക്കെ ഞാൻ മിക്സിയിലടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി ഉഴുന്നുവട ഉണ്ടാക്കണം. മനസ്സിലായോ നിനക്ക്? ആ മനസ്സിലായി.
എടാ കടോൾക്കജ, എന്താ കിടുമ്പി? എടാ അവനുണ്ടല്ലോ കണ്ണൻ, അവൻ അനന്തൂനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയടാ. ഇപ്പൊ നീ ഇവിടുന്ന് പുറപ്പെട്ട ഉടനെ നിനക്ക് അവിടെ എത്താം. എന്താ? അങ്ങനെ എത്തിയിട്ട് കാര്യമില്ലമ്മേ. അവിടെ പോവാണെന്നുണ്ടെങ്കിൽ ആരും തിരിച്ചറിയാത്ത രീതിയിൽ വേഷം മാറി തന്നെ പോണം. നമ്മുടെ സംശയം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ നീ മറ്റൊരാളാവേണ്ടി വരും. ഇതിങ്ങനെ മനസ്സിനകത്ത് വെച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അവൻ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം. നിന്റെ അന്വേഷണത്തിന്റെ അവസാനം അവൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രതാപ? ഓടും. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മൾ അങ്ങ് ഓടും, തിരിഞ്ഞു നോക്കാതെ. അല്ലെങ്കിൽ തീപ്പന്തവുമായിട്ട് നമ്മുടെ കൊച്ചു നമ്മുടെ പിന്നാലെ വരുമമ്മേ. എടാ അവൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മിയുടെ ജാതകം നമ്മുടെ കരുണമോൾക്ക് കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുവോ? അതെങ്ങനെ പറ്റുമമ്മേ? എങ്ങനെയെങ്കിലും പറ്റിക്കണം. ഓ, ഇങ്ങനെയുണ്ടോടാ ഒരു ജാതകം? കല്യാണം കഴിയുമ്പോ ചില പെൺകുട്ടികൾക്ക് ഭാഗ്യം വന്ന് കേറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ഒരുത്തിയെ ഭാഗ്യം അനുഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. എടാ, നമ്മുടെ കൊച്ചിന്റെ ജാതകം നോക്കിച്ചതേ നമ്മുടെ കുടുംബ ജ്യോത്സ്യരെ കൊണ്ടല്ലേ? എന്താണ് അയാൾ പറഞ്ഞത്? നമ്മുടെ കൊച്ചിന്റെ രാജയോഗം എന്നല്ലേ? എന്നിട്ടും കുചേലിനെ പോലെ ഒരു മരുമോനെ അല്ലേടാ നിനക്ക് കിട്ടിയത്? കുബേരന് അവനല്ലേ കണ്ണൻ. രാജയോഗവും ലക്ഷ്മി യോഗവും ഒക്കെ കിട്ടിയത് അവൾക്കല്ലേ? ഞാൻ ഏതായാലും വേഷപ്രച്ഛനായ ഒന്ന് അവിടെ വരെ പോയി നോക്കട്ടെ. എടാ, അവൻ നടക്കുന്നത് കാണുവാണെങ്കിൽ നീ നേരെ കാശിക്ക് വിട്ടോ. ഞാനിവിടെ ആരോടും പറയാതെ പിന്നാലെ വന്നോളാം. ഹരി ഓം. ശരി എന്നാ. എന്റെ ഭഗവാനെ, കേട്ടതൊന്നും സത്യമായിരിക്കല്ലേ? കണ്ണൻ നടക്കുന്നെന്ന് പറഞ്ഞതൊരു കള്ളനാ. അവന്റെ നാവും പുഴുത്തു പോടെ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കൊല്ലാനാണോ? അയ്യോ, തല്ലാനും കൊല്ലാനും ഒന്നും ഇനി ഞാനില്ലേ. അല്ല, ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അവസാനിപ്പിച്ചോ? അയ്യോ, ബ്ലാക്ക് മെയിലിംഗ് ചെയ്തതിന് എനിക്ക് കണക്കിന് കിട്ടിയല്ലോ. പിന്നെ ഇപ്പൊ വിളിപ്പിച്ചതിന്റെ കാര്യം എന്താണെന്ന് പറ. അത് പിന്നെ എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട്. അറിയാം, കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അതിന് കാരണക്കാര് രണ്ടുപേരാ. ഒന്ന് നിങ്ങളും, പിന്നെന്റെ രണ്ടാനച്ഛനും. ഓ, പിന്നെ രണ്ടാളും നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ അത് ചെയ്തത്. എങ്കിലും അത് പിന്നെ നന്നായി വന്നില്ലേ മോളെ? അത് ദൈവത്തിന് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. പാവപ്പെട്ട ഒരു അച്ഛന്റെ മരണത്തിനും മകന്റെ തളർച്ചയ്ക്കും കാരണമായത് പ്രതാപൻ എന്ന ആ മനുഷ്യനാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാ വർഷങ്ങൾക്ക് ശേഷം എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ ആ ശക്തി കൂട്ടിമുട്ടിച്ചത്. മോളെ, അതിന് നിമിത്തമായത് കരുണമോളാ. അവളെങ്ങനെയാ നിമിത്തമായത്? കരുണമോക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോ കമലേശ്വരം പോലൊരു വലിയ തറവാട്ടിലേക്ക് അവളെ ആലോചിച്ചാലോന്ന് ഞാനാ പ്രതാപനോട് പറഞ്ഞത്. അയാൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാ മൂത്ത മോളായ മോടെ കാര്യം പ്രതാപൻ എടുത്തിട്ടത്. പിന്നെ മോടെ സാഹചര്യവും പറഞ്ഞു. ബാക്കി നിങ്ങൾ പറയണ്ട. അനിയത്തിയുടെ ബാല്യക്കാരി ആവാൻ വേണ്ടി അവൾക്കൊപ്പം കണ്ണേട്ടന്റെ കൂടെ എന്നെയും പറഞ്ഞു വിട്ടു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇപ്പോ കരുണ വീട്ടുജോലി ചെയ്യുക.
അത് അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ചെയ്ത പാപത്തിന്റെ ഫലമാ. വീട്ടുജോലിയൊന്നും ശീലിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി പെട്ടെന്ന് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മോളെ? കുറച്ച് ബുദ്ധിമുട്ടട്ടെ, എന്നിട്ട് വീട്ടുപണിയൊക്കെ അവള് നന്നായിട്ട് പഠിക്കട്ടെ. അവളെ നന്നാക്കാൻ വേണ്ടിട്ടാ ഞാനും കണ്ണേട്ടനും കൂടെ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്, അല്ലാതെ അവളെ നശിക്കാനല്ല. എന്തേ, അവള് വിളിച്ചെന്തേലും പരാതി പറഞ്ഞോ? അയ്യോ, അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ പ്രതാപം വിളിച്ചിട്ട് കരയും പറയുകയൊക്കെ ചെയ്തു. ഹാ, അയാള് കുറച്ച് കരയട്ടെ. ലോറി ബൈക്കിലേക്ക് പാഞ്ഞു കയറിയ സമയത്ത് ഞാൻ അലറി വിളിച്ചതാ. അച്ഛ വണ്ടി നിർത്തുന്ന ഉറക്കെ പറഞ്ഞതാ. പക്ഷെ എന്റെ ആ ശബ്ദം ഉണ്ടല്ലോ, അന്ന് പെയ്ത മഴയിൽ ഒലിച്ചുപോയി. പക്ഷെ ആ ദിവസം നടന്നൊന്നും എനിക്കത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അല്ല, ആ അപകടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അത് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടിയല്ലോ. എനിക്ക് പങ്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളും കരുണയുടെ അച്ഛനും തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ, അതുകൊണ്ടൊരു സംശയം, നിങ്ങൾക്കും അതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന്. എന്റെ മോളെ, എനിക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളും നിങ്ങളുടെ മോനും ഒക്കെ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയായി വന്നതിന് ശേഷം ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മേഘൻ എന്തെല്ലാം വിദ്യകളാ കാണിച്ചത്. പിന്നെ ഭാര്യയെ സംശയിക്കാത്തൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആർക്കും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. മോളെ മോളെ, ഞാൻ ഈ കല്യാണം നടത്തിയതുകൊണ്ട് പ്രതാപന്റെ അമ്മയുടെയും വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുക. അതിന് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഈ കല്യാണം നടത്തിയത്. അതുകൊണ്ട് കുറച്ച് കേൾക്കുന്നത് നല്ലതാ. എന്തായാലും കരുണയുടെ അച്ഛനെതിരെ കണ്ണേട്ടൻ കേസ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, കരുണയ്ക്ക് വേദനിച്ചാലേ അവളുടെ അച്ഛനും വേദനിക്കൂ. ആ മനുഷ്യനെ കോടതി കയറ്റി ജയിലിലേക്ക് പറഞ്ഞു വിട്ടാ അയാൾ കുറെ കാലം അവിടെ കിടന്നിട്ട് ഇറങ്ങി വരും. എന്നാൽ അയാൾ കാണണം സ്വന്തം കൺമുന്നിൽ കിടന്ന് അയാളുടെ മോള് കഷ്ടപ്പെടുന്നത്. അത് കണ്ണേട്ടൻ വിധിച്ച ശിക്ഷയാ. കണ്ണേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് അതിനി ആര് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും. വീൽ ചെയർ എടുക്കണോ സുമേഷ് ചേട്ടാ? അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുത്തെ പോറ്റിക്കെല്ലാം അറിയാം. പിന്നെ പ്രതാപനും അയാളുടെ അമ്മയും എൻ്റെ അമ്മയൊക്കെ വരുന്ന അമ്പലമാ. എങ്കിലും അദ്ദേഹം അവരോടൊന്നും പറയില്ല. ഞാനിവിടെ തന്നെ നിന്നോളാം സാറേ. ആരെങ്കിലും വരുവാണെങ്കിൽ പറയാം. മഹിയോടാ ഞാൻ ആദ്യം വരണമെന്ന് പറഞ്ഞേ. അപ്പോഴാ 7 മാസമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞേ. ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്ന്. മഹിക്കും നിന്റെ കുഞ്ഞിനു വേണ്ടിയല്ലേ നീ വന്നിരിക്കുന്നത്. അപ്പോൾ മഹി പ്രാർത്ഥിക്കുന്നതിനൊക്കെ നന്നായി നീ പ്രാർത്ഥിക്കുമെന്ന് മഹിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിന്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ വരുന്നത്. പിന്നെ ലേഖ കുറെ വഴിപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ വാ. ആ, സാറെത്തിയോ? ഭാര്യയെ കൂട്ടില്ലേ സാറേ? ഇല്ല, 7 മാസം കഴിഞ്ഞു. ഓ അത് ശരി.
എന്നാ പിന്നെ അർച്ചന എന്തെങ്കിലും പറഞ്ഞേക്ക്. ഒരുപാടുണ്ട് തിരുമേനി, പറയാം. ആദ്യം തൊഴട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനൊന്ന് പൂജ കഴിഞ്ഞ് വരാം. ഓ, Dum dum tak 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 dum 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 da 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 dum 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 tak.